എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കട്ടപ്പനയിലാണ്. ഇപ്പോൾ ഉള്ളത് കട്ടപ്പനയിൽ ഒരു ട്രിപ്പിൾ വാട്ടർഫോൾ ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കട്ടപ്പനയിലെ ട്രിപ്പിൾ വാട്ടർഫോൾ നരിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രിപ്പിൾ വാട്ടർഫോൾ ഉള്ളത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ ആയിട്ട് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എൻട്രി ഫാസ് 50 രൂപ കൊടുത്തെടുത്തിട്ട് പ്രവേശിക്കാൻ വേണ്ടി വരുന്നതാണ് ട്രിപ്പിൾ വാട്ടർഫോൾ നരിയമ്പാറയിലുള്ള ട്രിപ്പിൾ വാട്ടർഫോൾസിൻ്റെ ഒരു ചേട്ടനുണ്ട് ഇവിടെ, ഓണർ. പുള്ളിക്കാരന് ഇതിൻ്റെ എൻട്രീനെക്കുറിച്ചും അല്ലെങ്കിൽ ഇതേതാണ് പ്രോപ്പർ സ്ഥലം ഏതാണെന്നുള്ളതും പറഞ്ഞു തരുന്നതായിരിക്കും. വാട്ടെ, ചേട്ടയുടെ പേര്? എൻ്റെ പേര് ജെയിംസ് എന്നാണ് ചേട്ടയുടെ പേര്. ഇത് ചേട്ടയുടെ പ്രോപ്പർട്ടിയാണ്. ചേട്ടയുടെയാണ് ഈ സ്ഥലം. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എൻട്രി ഫീ ആയിട്ട് എത്ര രൂപ ടൈം അടിക്കുന്നത്? എൻട്രി 50 രൂപയാണ് വാങ്ങിക്കുന്നത്. 50 രൂപയാണ് എൻട്രി ഫീ. വിളിച്ച് പറഞ്ഞിട്ട് വരണം, കാരണം ഒത്തിരി ആളുകളെ അങ്ങനെ പ്രവേശിപ്പിക്കുന്നില്ല. കോവിഡൊക്കെ ആയതുകൊണ്ട്, കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് എൻട്രിക്ക് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര നമ്പർ ഓഫ് ആൾക്കാരെ അങ്ങോട്ട് വിടുകയുള്ളൂ. അപ്പം ഇതിന് എൻട്രി ഫീ 50 രൂപയാണെന്നാണ് ചേട്ടായി പറഞ്ഞത്. ഇവിടെ വെഡ്ഡിങ് ഷൂട്ട്, പ്രീ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെയൊക്കെ ഒത്തിരി നടക്കുന്ന സ്ഥലമാണ് കട്ടപ്പനയിൽ. ഇങ്ങോട്ട് വരാൻ വേണ്ടി ചേട്ടായിയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജെയിംസ് എന്നാണ് ചേട്ടായുടെ പേര്. അപ്പം ചേട്ടായിനെ നേരിട്ട് മുൻകൂർ ബുക്ക് ചെയ്ത് വരേണ്ടവർക്ക് മുൻകൂർ ബുക്ക് ചെയ്ത് വരാം. ഇല്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള കോൺടാക്റ്റ് നമ്പർ എഴുതിയിട്ടുണ്ട്, അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മൾ ട്രിപ്പിൾ വാട്ടർഫോളിലോട്ട് നടക്കുന്ന വഴിയാണ്. നല്ല ഗ്രാമീണ പശ്ചാത്തലമാണ്. അതായത് ഇത് കാപ്പിത്തോട്ടമാണത്. ഇങ്ങനെ കാപ്പിത്തോട്ടത്തിൽ കൂടെയാണ് നമുക്ക് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ വരുന്ന പാടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമുക്കൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പറ്റും. അവിടെ ഇതുണ്ടോ, ഇത് ചെറുങ്ങനെ വെള്ളം ഒഴുകുന്നു. ഈ വെള്ളം തന്നെയാണ് താഴേക്ക് ഒഴുകി പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഈ വഴി നമുക്ക് താഴോട്ടിറങ്ങാം. നടന്നു പോകാൻ വേണ്ടി കുറച്ച് നടക്കാൻ വേണ്ടിയുണ്ട് കേട്ടോ. നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്നേ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഇതുണ്ട്, ഫുള്ള് സ്റ്റെപ്പുണ്ട്. പിന്നെ കുറച്ച് നല്ല കുത്തിറക്കം ഉള്ളിടത്ത് കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് മുഴുവനും മറ്റേ ഇതുപോലുള്ള സ്ഥലത്താണ്, കുത്തിറക്കം ഉള്ളതാണ്. നടന്നിറങ്ങാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതായത് നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ജെയിംസ് ചേട്ടനെ വിളിക്കുക വന്നു കഴിയുമ്പോഴത്തേക്കും. ഞാൻ കട്ടപ്പനയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഇവിടെ ഇതുപോലൊരു ട്രിപ്പിൾ വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഇതാണ് വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. വേണ്ട, ട്രിപ്പിൾ വാട്ടർഫോൾ എന്ന് പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒഴുകുന്ന വെള്ളം ഇത് രണ്ടാമത്തെ വാട്ടർഫോളാണ്. ഏറ്റവും മുകളിൽ നിന്ന് ആദ്യത്തെ വെള്ളം ചാടുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫോഴ്സുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വാട്ടർഫോളാണ്. രണ്ടാമത്തെ വാട്ടർഫോളിൻ്റെ അടിയിൽ, ഈ കാണുന്ന ഇതിൻ്റെ അടിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ആ വെള്ളം ഇങ്ങനെ കുറച്ച് ലെങ്ത്തിൽ ഒഴുകി വന്നേച്ചിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം. ഇത് നമുക്ക് ഈ കാണുന്ന വാട്ടർഫോള് ഏറ്റവും മുകളിൽ നിന്ന് ആദ്യത്തെ ഒരു ഫോള് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് രണ്ടാമത്തെ ഫോള്. ഈ രണ്ടാമത്തെ ഫോളിൻ്റെ ആ വെള്ളം വീഴുന്നതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് പോയി കയറി നോക്കാം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ നേരത്തെ കാണിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ. ചെരുപ്പേ അവിടെ അഴിച്ചു വെച്ചിട്ട് നടന്നു പോകണം. ഫോൺ നനയാൻ സാധ്യതയുണ്ട്, നോക്കട്ടെ, പോകാൻ കുഴപ്പമില്ല. ചെറുങ്ങനെ നനഞ്ഞിട്ടുണ്ടായാലും വിഷയമൊന്നുമില്ല. ഇതുണ്ടോ, ഇതാണ് വെള്ളം വീഴുന്നത്. ഈ വെള്ളം വീഴുന്നതിൻ്റെ ഇതിലേക്കൂടെ നമുക്ക് അടിയിൽ കയറാൻ വേണ്ടി പറ്റും.
നനഞ്ഞു. ഇതുണ്ടോ അവിടെ കയറി നിൽക്കുന്നുണ്ടോ? ഇതാണ്ടേ അവിടുന്ന് ഞാൻ കാണിച്ചു തന്നതിൻ്റെ വെള്ളം ഇതാണ്ട വീഴുന്നത്. മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതാണ്. ഇതുണ്ടോ പുറകിൽ ഈ പാറയാണ്. ഈ പാറയുടെ മുകളിൽ നിന്നാണ് താഴേക്ക് വെള്ളം വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരും വെള്ളം വീഴുന്നത്. രണ്ട് വാട്ടർഫോൾ കണ്ടു. ആ 2 എണ്ണം കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ താഴേക്കൊരു വാട്ടർഫോളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ വാട്ടർഫോളിൻ്റെ ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. ട്രിപ്പിൾ വാട്ടർഫോളിൻ്റെ എക്സാക്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഞാൻ കാണിച്ചു തരാം. 3 വാട്ടർഫോൾസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നതാണ്. ഇത് ഏറ്റവും മൂന്നാമത്തെ താഴത്തെ വാട്ടർഫോളാണ്. പിന്നെ അതിന് മുകളിലത്തെ തട്ടിലെ ഏറ്റവും നീളം കൂടിയ വാട്ടർഫോൾ രണ്ടാമത്തെയാണ്. പിന്നെ അതിന് മുകളിൽ ഉള്ള വാട്ടർഫോൾ. അങ്ങനെ 3 വാട്ടർഫോൾസാണ് ട്രിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. കട്ടപ്പനയ്ക്കടുത്താണ്, കട്ടപ്പനയ്ക്കടുത്തുള്ള നരിയമ്പാറയിൽ. ട്രിപ്പിൾ വാട്ടർഫോൾസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു 150, ഇത് മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 150 അല്ലെങ്കിൽ 200 മീറ്റർ നമുക്ക് താഴോട്ടിറങ്ങാൻ വേണ്ടിയുള്ളൂ. പക്ഷേ താഴെ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും നല്ലപോലെ കിതപ്പുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എൻ്റെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4-5 അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് 5 അല്ലെങ്കിൽ ഒരു 6 വണ്ടി കൂടുതൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ജെയിംസ് ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ ജെയിംസ് ചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ വിളിച്ചിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ ട്രിപ്പിൾ വാട്ടർഫോളിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.